ഇന്ന് പറിക്കണമെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എല്ലാം ചീഞ്ഞു പോട്ടെ. മഴ വരണേന് മുമ്പ് ഒന്ന് കടന്നു പോകുന്നുണ്ടെങ്കിലേ. കുഞ്ഞുണ്ണി എന്താ വരാതെ? അതെ, ഇന്നലെയും കണ്ടില്ല. ഞാന് കുറെ ശകാരിച്ചു, തല്ലുകയും ചെയ്തു. തല്ല്? എന്തിന്? പിന്നെ മായമയ്ക്ക് സൂര്യൻ തരട്ടിരുന്നാല് എന്നാര് പറഞ്ഞു? മായമല്ലേ പറഞ്ഞത് പേടിയാവണു കൂടുന്നൊക്കെ. അത് ഞാനങ്ങനെ ആരും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. പിന്നെ ഞാൻ ചില പഴയ കാര്യങ്ങളൊക്കെ അമ്മയെ ഓർത്തിട്ടാ. അപ്പൊ കുഞ്ഞുണ്ണി? ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് എപ്പോഴും സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. എന്തിനാ സത്യം അറിയാതെ തല്ലാനും ശകാരിക്കാനൊക്കെ പോയേ? പാവം. ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥല ചുളുവലയിൽ കിട്ടിയപ്പോ വാങ്ങി. വെറും കാട്. ഈ മണ്ണ് കണ്ടത് കുഞ്ഞുണ്ണി വന്നേ പിന്നെ. അവനെ എനിക്ക് കിട്ടിയതും ഇവിടുന്ന് തന്നെയാ. കയ്യിലൊരു കാട്ടുമേനയും പിടിച്ച് ഒരു കറുത്ത കാടൻ ചെക്കൻ. മായമല്ലേ? അപ്പൊ മാഷ് വരുന്നില്ലേ? ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല. മായമ ഒന്ന് സംസാരിച്ച് അവനെ ഒന്ന് മെരുക്കിയെടുക്ക്. അപ്പോഴേക്ക് ഈ പണിയാളന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാനങ്ങ് വരാം. ചെല്ലേ. ഒന്നിങ്ങോട്ട് നോക്കിക്കൂടെ? എന്തിനാ? നോക്കിയതിനും കനവ് കണ്ടതിനൊക്കെ തന്നല്ലോ. ഓർമ്മ വെച്ച നാള് മുതൽ ഈ കാടും പച്ചയും മൃഗങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന്. ഇവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത് മാഷ. ആ മാഷ് തന്നെ തല്ലിയതിനല്ല, അത് മനസ്സിൽ പോലും കരുതാത്ത കാര്യത്തിനാണല്ലോ നോക്കുമ്പോഴാ വിഷമം. മാഷോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ, ഞാൻ വെറും കാടൻ. ഇക്ക് കാടേ ചേരൂ. ഈ ആനയും പുലിയും മയിലും മയിലും ഒക്കെ അതുങ്ങൾ സ്നേഹിക്കും, പക്ഷെ വിഷമിപ്പിക്കൂല. ഉണ്ണീട്ടിന് കാടുണ്ട്, കൂട്ടിന് ആനയും പുലിയും ഒക്കെ ഉണ്ട്. എനിക്കോ? ആരുമില്ലാത്ത എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നിയത് തന്നെ ഇവിടെ വന്നപ്പോഴാ. എന്നിട്ടെന്തേ? മാഷ് തല്ലുവിലും നൊന്തത് മായമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാ. മാപ്പ്, 100,000 മാപ്പ്. മായമ്മക്കറിയോ, ആദ്യം കണ്ടപ്പോ മുതല് മനസ്സ് നിറച്ച് ഈ മുഖവാ. കാട്ടില് പുന്നപൂത്ത് നിക്കണ പോലെ ഞാൻ കണ്ടു. ദേ ഇവിടെ മായമ്മയുടെ സ്നേഹം കണ്ടപ്പോ അതെല്ലാം വെറുതെ ആയിരുന്നു. അല്ല, സത്യമായിട്ടല്ല. ഇഷ്ടമുള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരുമില്ലേനും. ഭ്രാന്ത് പിടിച്ച ഒരമ്മയുടെ കൂടെ വളർന്ന എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. പക്ഷെ ഉണ്ണീടിനെ കണ്ടപ്പോ
ഈ ധൈര്യവും ശക്തിയൊക്കെ കണ്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കും കുറെ ധൈര്യം വന്നു, കുറെ മോഹങ്ങളും. എനിക്ക് ഉണ്ണിയേട്ടനെ വേണം. മോളെ, ഞാനിപ്പോ വരുന്നില്ല, നീ അങ്ങോട്ട് ചെല്ലും, ഞാൻ പിന്നെ വരാം. ഹായ്. അടങ്ങിക്കോ മാസത്തെ ഓണസമയം കഴിഞ്ഞല്ലോ. ചായ കാപ്പി എന്താന്ന് വെച്ചാ? ഇവിടുത്തെ ആളെവിടെ? ആര്? മാഷോ? ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിരിക്കുക. എന്താ നിന്റെ പേര്? മായ. എവിടെയാ വീട്? കുറച്ചു ദൂരെ. മാഷയുടെ ആരാ നീ? മാഷോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞോളാം. പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം കേട്ടോ. നടക്കണേ അങ്ങോട്ട്. എപ്പോ വന്നിടാ കുട്ടാ? കൊറേ നേരായി. ആഹാ, നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? അതിന് പരീക്ഷ തുടങ്ങിയില്ലല്ലോ. ഓ, പറഞ്ഞ പോലെ പരീക്ഷ തുടങ്ങിയില്ലല്ലോ. അപ്പൊ മോളുടെ കാര്യം ചെയ്യും, താഴെ ഒരു മായ ചേച്ചിയുണ്ട്, ചേച്ചിയോട് പറഞ്ഞു മോക്കുള്ള പാല്, അച്ഛനും അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കാപ്പി. എനിക്കിവിടെ ആരുടെയും ചായയും കാപ്പിയൊന്നും വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ആരുടെയും ചെരിയും കളിയൊന്നും കാണണ്ട. മാസത്തിൽ 2-3 തവണയെങ്കിലും വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്നറിയോ? മാസം 2 കഴിഞ്ഞു. മോക്ക് മാർക്ക് എത്രയുണ്ടെന്ന്, പരീക്ഷ കഴിഞ്ഞോ ഇല്ലയോന്ന് പോലും അറിയില്ല. അതെങ്ങനെയാ? ഓർക്കാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ഓർക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടൊന്നും അല്ല സാവിത്രി. വിചാരിച്ചത് നേരത്തെ ഡാമ്പണിക്കാർ വന്നു. ഈ അടുക്കള പൊട്ടനെ മാത്രം കാര്യങ്ങൾ ലഭിച്ചിട്ട് എനിക്ക് വരാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നിനക്ക് വിശദമായിട്ടൊരു കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ നേരത്തെ എഴുതിയത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ. ആ തള്ള വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞതും ഞാൻ തന്നെ പറയണോ? വേണ്ട, ഞാൻ തന്നെ പറയാം. ഏതാ എന്താന്നറിയാത്ത ഒരു പിഴച്ച പെണ്ണിനെ അയാൾ കൂടെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. കടയുടെ താക്കോലും പണപ്പെട്ടിയുടെ താക്കോലും ഇപ്പൊ അവളുടെ കയ്യിലാ. അവള് പറയാതെ മാഷ് ഒരടി. ഇതല്ലേ സാവിത്രി? ശരി, ഇവിടെ വന്ന് കണ്ടപ്പോ ആ തള്ള പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയോ? ഇതൊക്കെ കാണുകയും കേൾക്കും ചെയ്യുമ്പോ ഞാൻ പിന്നെ എന്താ ധരിക്കേണ്ടത്? നീ ഒന്നും ധരിക്കണ്ട. നീ മായമെ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്ത് തോന്നി? അങ്ങനെ ഒരു പെണ്ണാണ് അവളെന്ന് തോന്നിയോ? തോന്നിയോ സാവിത്രി? ഇല്ല. പിന്നെന്ത് തോന്നി? സാവിത്രി, നിനക്ക് എന്താ തോന്നി? നമ്മുടെ മോളെ ഓർത്തു. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ പ്രായം. എനിക്ക് പിന്നെ വേറൊരു കണ്ണിക്കൂടെ അവളെ കാണാൻ പറ്റുമോ? വാ.
നമ്മുടെ കളപ്പരയും അതിരിക്കുന്ന സ്ഥലവും ഞാൻ കുഞ്ഞുണ്ണിയുടെയും മായമ്മയുടെയും പേരിൽ എഴുതിച്ചു. ഇതാണ് നമ്മുടെ വിവാഹ സമ്മാനം. ആ, അല്ലെങ്കിൽ ഇതൊന്നും ഈ കാട്ടാളിനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. മായമ്മേ, ദാ, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. വാങ്ങിച്ചോളൂ. കുഞ്ഞിനെ, കുഞ്ഞിനെ, മാഷ് ഇതുവരെ തന്നതൊക്കെ തന്നെ ധാരാളം. ഇനി എനിക്കൊന്നും വേണ്ട, ഒന്നും. എടാ, അല്ലെങ്കിലും അത് നിന്റെ മണ്ണാണ്, നിന്റെ വിയർപ്പാ.